ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് സം AEC സയൻസ് പേപ്പറിലെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ബൈ ജോ ആൻ ബിയർഡ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് പറയും, അതിനെ പ്ലാസ്മ എന്ന് പറയാറുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥേനെയാണ് പ്ലാസ്മ എന്നുണ്ട്, അല്ലെങ്കിൽ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ളതുകൊണ്ട് ജോ ആൻ ബിയർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്നുള്ളത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്നും നിലനിൽക്കുന്ന ഒന്നല്ല, അതിൻ്റെ അവസ്ഥ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഒരു ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനെ എന്ത് ചെയ്യാണ് ജോ ആൻ ബിയർഡ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഒരു പ്ലാസ്മയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്വന്തം ജീവിതത്തിന് എന്ത് ചെയ്യാണ് ഈ പ്ലാസ്മയായിട്ട് ദ ഫോർത്ത് സ്റ്റേറ്റ് മാറ്റർ എന്നറിയപ്പെടുന്ന പ്ലാസ്മ എന്ന അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യാണ് നമ്മുടെ റൈറ്റർ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ എസ്സേ. Jo Ann Beard is the author of a collection of autobiographical essays, The Boys of My Youth. Her works has appeared in the New Yorker, Tin House, Best American Essays, and other magazines and anthologies. ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേസ് എഴുതി ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ദ ബോയ്സ് ഓഫ് മൈ യൂത്ത് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ വർക്കിൻ്റെ ഓതറാണ് നമ്മളുടെ ജോ ആൻ ബിയർഡ് എന്ന് പറയുന്ന റൈറ്റർ. ഹർ വർക്ക് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ ന്യൂയോർക്കർ എന്നുള്ള പബ്ലിഷിംഗ് ഏജൻസിയിൽ അല്ലെങ്കിൽ പബ്ലിഷിങ്ങിലാണ് അവൾ ആദ്യമായിട്ട് അവളുടെ റൈറ്റിംഗ് പബ്ലിഷ് ചെയ്തു വരുന്നത്. ടിൻ ഹൗസ്, ബെസ്റ്റ് അമേരിക്കൻ എസ്സീസ് ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ആന്തോളജീസ്. ഇതൊക്കെ എന്താണ് നമ്മളുടെ ജോ ആൻ ബിയർഡ് എഴുതിയിട്ടുള്ള അതർ ആന്തോളജീസ് ഓഫ് എസ്സീസ് അല്ലെങ്കിൽ റൈറ്റിംഗ്സ് ആണ് ഈ പറയപ്പെടുന്നത്. ഷീ റിസീവ്ഡ് എ റൈറ്റിംഗ് ഫൗണ്ടേഷൻ അവാർഡ് ആൻഡ് നോൺ ഫിക്ഷൻ ഫെലോഷിപ്പ് ഫ്രം ദ ജോൺ സൈമൺ കുഗ്നി ഫൗണ്ടേഷൻ ആൻഡ് ദ ന്യൂയോർക്ക് ഫൗണ്ടേഷൻ ഫോർ ദ ആർട്സ്. എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം റൈറ്റിംഗ്സിന് നിരവധി അവാർഡുകളും, ജോൺ സൈമൺ അവാർഡ് പോലെയുള്ള, അതേപോലെ തന്നെ ന്യൂയോർക്ക് ഫൗണ്ടേഷൻ അവാർഡ് പോലെയുള്ള അവാർഡ്സുകളൊക്കെ നേടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് ബീയിങ് കൂടെ ആയിരുന്നു നമ്മളുടെ ജോ ആൻ ബിയർഡ് എന്ന് പറയുന്ന ഇതിൻ്റെ റൈറ്റർ. സോ വി വർ ടോക്കിംഗ് അബൌട്ട് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിച്ച് ഈസ് ദ പ്ലാസ്മ. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻ ടു ദ എസ്സേ ഡീറ്റെയിലി. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും അധികം അവൈലബിൾ അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അയച്ചു തരുകയും ചെയ്യാം, അല്ലെങ്കിൽ പിൻ ചെയ്തിടുകയും ചെയ്യാം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ എസ്സേ, ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, Jo Ann Beard's essay, The Fourth State of Matter, is a deeply introspective and poignant exploration of personal tragedy, the complexities of grief, and the emotional upheaval that result from unexpected events. ജോൺ ഈ എസ്സേനെ കുറിച്ച്, ഈ എസ്സേ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ റൈറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജോ ആൻ ബിയർഡ്സ് എസ്സേ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് എ ഡീപ്ലി ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് പോയിഗ്നന്റ് എക്സ്പ്ലോറേഷൻ ഓഫ് പേഴ്സണൽ ട്രാജഡി. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടും അതിന് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്വന്തം ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് വെച്ചുകൊണ്ട്, പേഴ്സണൽ ട്രാജഡീസ് വെച്ചുകൊണ്ടും സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടും, അതേപോലെ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്വന്തം ജോ ആൻ ബിയർഡ് തന്നെ എഴുതിയിട്ടുള്ള ഒരു എസ്സേയാണ് നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. And she also speaks about the complexities of grief and the emotional upheaval that result from unexpected events. പ്രതീക്ഷിക്കാത്ത കുറേ സാഹചര്യങ്ങൾ മൂലം, പ്രതീക്ഷിക്കാത്ത കുറേ സന്ദർഭങ്ങൾ മൂലം നമ്മൾ റൈറ്ററുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ താഴ്ചകളെക്കുറിച്ചും ഉയർച്ചകളെക്കുറിച്ചും കോംപ്ലക്സിറ്റീസിനെ കുറിച്ചൊക്കെ ഒരു എഴുതിയിട്ടുള്ള ഒരു ചെറിയ എസ്സേയാണ് നമ്മളുടെ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ തന്നെ ഈ സിറ്റുവേഷൻ ഇതായിട്ട് കമ്പയർ ചെയ്യാം. ഒരു കാര്യത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. നമ്മൾ പദാർത്ഥത്തിന് 4 അവസ്ഥകളുണ്ട്, 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ് ഏതൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതൊരു കാര്യം എന്ന് പറയുന്നത്, അതെന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ പ്ലാസ്മയായിട്ട് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നത്, ലൈഫിനെ നമ്മളുടെ റൈറ്റർ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, the title of the essay alludes to the scientific concept of plasma, often described as the fourth state of matter, and this reference became a metaphor for unpredictable and chaotic forces that influence the narrator's life. ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് പ്ലാസ്മ. ആ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുന്നത്, it becomes a metaphor for
the unpredictable and chaotic forces in the influences narrator's life. അപ്പോൾ നറേറ്ററുടെ നമ്മളെ എഴുത്തുകാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള chaotic ആയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡിങ് ആര് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മളെ റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. നിരവധി സന്ദർഭങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്, നിരവധി എതിർപ്പുകളും നിരവധി തകർച്ചകളും താഴ്ചകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈറ്റിൽ നമ്മളുടെ റൈറ്റർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. As the essay unfolds, it takes the reader on a journey through the author's own emotional state, intertwined with significant external events, each of which contributes to a profound shift in her perspective. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എസ്സേ ഒന്ന് ചുരുളഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ റൈറ്ററുടെ തന്നെ സ്വന്തം ജീവിതത്തിലേക്കാണ് ഈ എസ്സേ നമുക്ക് വിരൽ ചൂണ്ടിത്തരുന്നത്. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇൻറ്റർട്വൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഴചേരുക എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ്, റൈറ്ററുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇഴചേർന്ന് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും പുറത്തും അകത്തുമായിട്ട് നടക്കുന്ന മനസ്സിന് പുറത്തും ഫാമിലിക്ക് പുറത്തായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലോ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ എസ്സേയിൽ സ്വന്തം പെർസ്പെക്റ്റീവ്, സ്വന്തം കാഴ്ചപ്പാടിൽ നമ്മുടെ റൈറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. ഹർ സിറ്റുവേഷൻസ് ആർ ചേഞ്ചിങ് കോൺസ്റ്റന്റ്ലി, സോ ഷീ കമ്പയർഡ് ഹർ ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് എ പ്ലാസ്മ. ഓക്കെ. The essay begins with an intimate description of the narrator's life in Iowa, where she works as a professor at the University of Iowa. നമ്മൾ ഈ എസ്സേ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നറേറ്ററുടെ അയോവയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഷീ ഈസ് കറന്റ്ലി വർക്കിംഗ് ഇൻ അയോവ ആസ് എ ടീച്ചർ or as a professor, and the story starts by saying about the conditions of that professor in the University of Iowa. Okay. Her life, which had once felt predictable and stable, began to fracture as she encounters a serious and personal professional challenges. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടിരുന്ന തങ്ങളുടെ കരിയറും സ്റ്റേബിളായിട്ട് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കുറേ ഇവൻറ്റ്സ് എന്ത് ചെയ്യാണ് മുപ്പത്തിയാറ് ഹോണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ചാലഞ്ചസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫ് ചാലഞ്ചസും പ്രൊഫഷണൽ ചാലഞ്ചസും ഒക്കെ ഉദിച്ചു വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മൂപ്പരുടെ ലൈഫ്, നമ്മുടെ റൈറ്ററുടെ ലൈഫ് ചെറുതായിട്ടൊന്ന് അടർന്ന് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. The most devastating of these is the illness of her beloved dog, a companion who has been with her through thick and thin, and whose decline signals the beginning of a series of life-altering events. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആദ്യം തന്നെ കിട്ടിയ ഒരു അടി എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള ഒരു നായ ഉണ്ടായിരുന്നു അവിടെ. ആ നായക്ക് എന്ത് ചെയ്യാണ്, ഒരിക്കലും മാറാത്തൊരു അസുഖം പിടിപെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, അതിനെക്കുറിച്ച് അപ്പം തന്നെയാണ് ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ആൾട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തൻ്റെ ജീവിതത്തിലെ എന്താണ് പറയുക, ഡാർക്ക് ഏജസിൻ്റെ തുടക്കം സംഭവിക്കുന്നത്. എവിടെ നിന്നാണ് ഈ ഇത്രയും പ്രിയപ്പെട്ട ഈ നായ്ക്ക് ഒരിക്കലും മാറാത്തൊരു അസുഖം പിടിപെടുന്നു എന്നറിയുമ്പോഴും അതിൻ്റെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് അതോടുകൂടിയാണ് ഡാർക്ക് ഏജസ് ഓഫ് എ ലൈഫ് ബിഗിൻസ്, അതോടുകൂടിയാണ് കഷ്ടകാലം തുടങ്ങുന്നത്. ഓക്കെ. സെറ്റിംഗ് ദ ഇമോഷണൽ ടോൺ ഓഫ് ദ പീസ്. ഇതോടുകൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഇമോഷണലി വീക്ക് ആവാനായിട്ട് നമ്മുടെ നറേറ്റർ തുടങ്ങാം. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വസ്തു നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സങ്കടം അല്ലെങ്കിൽ ആ ഡിപ്രഷനാണ് നമ്മളെ നറേറ്റർ ആദ്യം തന്നെ അനുഭവിക്കുന്നത്. Amidst these personal challenges, the essay also touches on broader themes of science, laws, and human vulnerability. അതേപോലെ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ മാത്രമല്ല, ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് മാത്രമല്ല ഈ എസ്സേ നമുക്ക് തരുന്നത്, അതിൻ്റോടൊപ്പം തന്നെ പേഴ്സണൽ ചാലഞ്ചസ്, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ചാലഞ്ചസിനെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ സയൻസ് തീംസ്, നമ്മൾ സയൻസിൽ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും തീംസിനെ കുറിച്ചിട്ടും ഹ്യൂമൻസിൻ്റെ വൾനറബിലിറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ദുർബലതയെ കുറിച്ചിട്ടൊക്കെയാണ് ഈ എസ്സേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ഇസ് റെഫറൻസ് ടു പ്ലാസ്മ, ഓഫൻ സീൻ ആസ് എൻ unstable, energetic state of matter, mirrors the narrator's own emotional volatility. Okay. പറയുന്നത് നമ്മളെ ജീവിതത്തെ തന്നെയാണ് നമ്മളെ റൈറ്റർ ഈ പ്ലാസ്മ എന്ന കണ്ടീഷനോട് കമ്പയർ ചെയ്യുന്നത്. ഈ പ്ലാസ്മ എന്ന കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാണ്, സ്വന്തം ജീവിതം എപ്പോൾ വേണമെങ്കിൽ തകിടം മറിയാവുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എത്തിയിട്ടുള്ളത്. അതേപോലെയാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റൈറ്റർ പ്ലാസ്മയായിട്ട് നമ്മളെ ഫോർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള ഹെഡിങ് കൊടുത്തുകൊണ്ട് സ്വന്തം ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. ബിക്കോസ് ഹർ ലൈഫ് ഈസ് ഓൾസോ ഗോയിങ് ടു ചേഞ്ച്. പ്ലാസ്മ പോലെ തന്നെ അത് സ്റ്റേബിൾ അല്ല, അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ അല്ല, അതും മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ എന്താണ്, നമ്മൾ നറേറ്ററുടെ ലൈഫും
ചേഞ്ചിങ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേര് കൊടുക്കുന്നത്. Just as plasma is that exists in a constantly fluctuating condition, the narrator's emotional landscape is in a state of flux, torn between the rational and the irrational, the intellectual and the deeply personal. നമ്മളെ പ്ലാസ്മയെ പോലെ തന്നെ എന്ത് ചെയ്യാണ്, രണ്ട് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മളുടെ നറേറ്ററുടെ ലൈഫും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞു നോക്കൂ. ബിറ്റ്വീൻ റാഷണൽ ഇറാഷണൽ, റാഷണലായിട്ടും ഇറാഷണലായിട്ടും ജീവിതം കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റലക്ച്വലായിട്ടും അതേപോലെ തന്നെ ഡീപ്ലി പേഴ്സണലായിട്ടുമാണ് നറേറ്ററുടെ ജീവിതം കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ നാലവസ്ഥകളും തമ്മിൽ രണ്ട് രീതിയിലുള്ള ചാഞ്ചാട്ടാണ് നടക്കുന്നത്. റാഷണലായിട്ട് കുറച്ചു നേരം സംഭവിക്കുന്നുണ്ട്, കുറച്ചു നേരം ഇറാഷണലായിട്ട് സംഭവിക്കുന്നുണ്ട്, കുറച്ചു നേരം ഇൻ്റലക്ച്വലായിട്ട് സംഭവിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഡീപ്ലി അത് പേഴ്സണലായിട്ട് മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ലൈഫ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെയാണ് പ്ലാസ്മയും. ആ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിൽ മാറ്റം സംഭവിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാടാവുന്നതാണ്. അതുകൊണ്ടാണ് ആ ഹെഡിങ് കൊടുക്കുന്നത്. ഓക്കെ. Through her work at the university and her interaction with students and colleagues, Beard exposed the ways in which the outer world structure contrasts sharply with the internal world unpredictable shifts. എന്ത് ചെയ്യാണ്, മുഖത്തരുടെ കോളേജിൽ ചെയ്യുന്ന വർക്കും അതേപോലെ തന്നെ കൊളീഗ്സിനായിട്ടുള്ള ഇൻട്രാക്ഷനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിട്ടുള്ള ഇൻട്രാക്ഷനും കാണുമ്പോൾ ബിയർഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ദ വേസ് ഇൻ വിച്ച് ഔട്ടർ വേൾഡ് സ്ട്രക്ചർ കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദ ഇന്റേണൽ വേൾഡ്സ് അൺപ്രഡിക്റ്റബിൾ ഷിഫ്റ്റ്സ്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉണ്ടാകും ചിലപ്പോൾ പൊട്ടിത്തെറികളും അല്ലെങ്കിൽ വേറെ കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറേ ദുരനുഭവങ്ങൾ ജീവിക്കുന്നതായിട്ടാവും അവർ സ്ഥാപിക്കുന്നത്. പക്ഷെ അവരെ പുറത്ത് കാണുന്ന ലോകമല്ല നമ്മളെന്നും അവരുടെ അകത്ത് കാണപ്പെടുന്നത്. എന്താണ്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആണ് എന്നാണ് നമ്മളുടെ റൈറ്റർ പറയുന്നത്. The essay's reflective quality is also marked by Beard's contemplation of death, not only the death of the dog, but also the looming presence of other types of loss, those that comes in the form of separation, disillusionment, and crisis of identity. അപ്പോൾ നമ്മൾ എസ്സേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നറേറ്റർ ഡെത്ത് ഓഫ് ദ ഡോഗ് പറയുന്നുണ്ട്. ആ ഇൽനെസ് വന്നിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോഗ് മരിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡെത്തിനെ കുറിച്ച് മാത്രമല്ല ഈ എസ്സേയിൽ ആര് പറയുന്നത്, നമ്മൾ റൈറ്റർ പറയുന്നുണ്ട്. എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, സെപ്പറേഷൻ, വേർപിരിയലിനെ കുറിച്ചിട്ട്, മനുഷ്യന്മാർ തമ്മിലുള്ള വേർപിരിയലിനെ കുറിച്ചിട്ട്, ഡിസില്യൂഷൻമെൻറ്റ് അല്ലെങ്കിൽ മോഹഭംഗങ്ങളെ കുറിച്ചിട്ട്, ആൻഡ് ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി, ഒരാൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ആ അവസ്ഥകളെക്കുറിച്ചും സയൻസിൻ്റെ തീംസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ഇമോഷണൽ ഫീലിങ്സിനെ കുറിച്ചിട്ടും മോർണിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളുടെ റൈറ്റർ എന്ത് ചെയ്യുന്നത്, ബിയർഡ് ഈ എസ്സേയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. As Beard navigates her teaching life, she also reflects on the painful reality of love and loss. ടീച്ചിങ് ലൈഫിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും സ്നേഹത്തിൻ്റെയും അതിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഈ എസ്സേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിയർഡ് പറയുന്നുണ്ട്. ആ ലോസ് ഓഫ് ദ ഡോഗിലൂടെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുവരെ സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഡോഗിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാഡ് മൊമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. The loss of a dog triggers memories of earlier losses in her life, notably the colleague, a man, notably the death of her mother and her fracture of her own marriage. These painful recollections build upon each other, creating a layered portrait of grief, loss and the complexities of living a constantly changing world. അതുവരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ കുറേ സങ്കടങ്ങൾ ഒതുക്കിയിട്ടും അതൊന്നും ആരും കാണിക്കാതെ മറന്നു വന്നുകൊണ്ട് പണ്ടത്തെ ലോസുകളൊക്കെ മറന്നുകൊണ്ടാണ് ജീവിച്ചു വന്നിരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോഗിനെ ആർക്ക് നഷ്ടപ്പെടുന്നത്, ബിയർഡിന് നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ചും ഫെയിലായപ്പോൾ മാരേജിനെ കുറിച്ചൊക്കെ വീണ്ടും ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ഒരു ചെറിയ പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, പണ്ടുണ്ടായിരുന്ന പെയിനുകളൊക്കെ വന്നിട്ട് ഡബിൾ ഇരട്ടി ഇമ്പാക്റ്റാണ് മൂപ്പത്തിയാരുടെ മൈൻഡിലും ബോഡിയിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുവരെ മൂടി വെച്ചിരിക്കുകയായിരുന്നു ഈ പെയിനുകളൊക്കെ. പെട്ടെന്ന് ഈ ഡോഗിൻ്റെ മരണം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവൾക്ക് അവളെ ജീവിതത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഓക്കെ. In the second half of the essay, Beard moves into a more vivid recounting of the tragic events that would forever alter her life. ആദ്യം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, വിവിഡ് എൻകൗണ്ടറിങ് ഓഫ് ട്രാജിക് ഇവൻറ്റ്സ്,
അത്രയും ട്രാജിക്കായിട്ട് നടന്നിട്ടുള്ള സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദ എസ്സേയിൽ നമുക്ക് ബിയേർഡ് പറയുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഷീ ഡിസ്ക്രൈബ്സ് എ സഡൻ ആൻഡ് ട്രാജിക് ഡെത്ത് ഓഫ് എ കൊലീഗ്, എ മാൻ ഹു വാസ് ബിലവ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, താങ്കൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്കും സ്റ്റുഡൻസിനും ഏറ്റവും പ്രിയപ്പെട്ടവരുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോകണം. അയാൾ അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും വിട്ട് അയാൾ പോകുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് ഹിസ് ഡെത്ത് ഈസ് ടോൾഡ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ, ക്യാപ്ചറിങ് ദ റാൻസംനെസ് ഓഫ് ആൻഡ് ഹോറർ ഓഫ് ലൈഫ് അൺഎക്സ്പെക്റ്റഡ് ടേൺസ്. ഇയാളുടെ മരണത്തെക്കുറിച്ച് എസ്സേയിൽ നമ്മുടെ ബിയേർഡ് പറയുന്നത് അത്രയും ഡീപ്പായിട്ടാണ്. അത്രയും ബിലൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ലൗഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു കോളേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊളീഗ്സിനെ സംബന്ധിച്ച് അയാളെന്ന് പറയുന്നത്. പക്ഷേ അയാളുടെ ഡെത്ത് അത്രയും ബ്രൂട്ടലായിട്ട്, അത്രയും പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ മോർണിംഗ് ആയിട്ടാണ് നമ്മളുടെ റൈറ്റർ എസ്സേയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, his death, marked by violence and brutality, punctuates the narrative with a harsh reminder how fragile and tenuous life can be. അപ്പോൾ മൂപ്പരുടെ മരണത്തെക്കുറിച്ച് അത്രയും ബ്രൂട്ടലായിട്ടും അത്രയും ടെന്യൂസും ആയിട്ടാണ് നമ്മളുടെ റൈറ്റർ ഈ എസ്സേയിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അത് പറയുന്നത് എന്താ, അത്രയും ഹാർഷായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രയും സ്വീറ്റായി പോയിരിക്കുമ്പോഴാവും നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, അത്രയും വയലൻസും ബ്രൂട്ടാലിറ്റി ഒക്കെ നിറച്ചുകൊണ്ടാണ് അയാളുടെ ഡെത്ത് പറയുന്നത്. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ഫേവറേറ്റ് ആയിരുന്നു എല്ലാവർക്കും അയാളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സീൻസും സെൻറ്റൻസസും ഒക്കെ ബിയേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. This loss is further compounded by the emotional strain Beard feels in dealing with her own personal crisis, her inability to reconcile the trauma with the ordinary rhythms of her daily life. ഇത്തരത്തിലുള്ള ട്രോമകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ ദൈനംദിന ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന പെയിനുകളെക്കുറിച്ച്, ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ ആര് ചെയ്യുന്നത്, ബിയേർഡ് വീണ്ടും ആലോചിക്കുന്നത്. ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, വീണ്ടും ബിയേർഡിന് തൻ്റെ സ്ട്രെയിൻ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ ആ ഡാർക്ക് ഗ്ലൂമി ആയിട്ടുള്ള അവസ്ഥ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരാനായിട്ട് തുടങ്ങുകയാണ് നമ്മളുടെ ബിയേർഡിന്. ഓക്കെ, this tragic event, which is presented in a stark and jarring manner, serves as a turning point in this essay. ഈ ടേണിംഗ് പോയിന്റ് ആണ് ഈ അല്ലെങ്കിൽ ഈ സംഭവമാണ്, ഈ ട്രാജിക് ഇവന്റ് ആണ് എസ്സേയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഫോഴ്സസ് ദ നറേറ്റർ ടു കൺഫ്രണ്ട് ദ ഫ്രാജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ഇൻപെർമനൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ലൈഫ്. അപ്പോൾ ഈ ഒരാളുടെ മരണം അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഹ്യൂമൻ ലൈഫിൻ്റെ ഇംപെർമനൻസ്. ആരും എന്തല്ല, ആരും പെർമനൻ്റ് അല്ല. ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആളാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ആരും പെർമനൻ്റ് അല്ല. ഇഫ് ഹീസ് ബോൺ ഹീസ് ഗോയിങ് ടു ഡൈ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആരും പെർമനൻ്റ് അല്ല, ഒരു വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ പെർമനൻ്റ് അല്ല. ജനനം ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്, മരണവും ഉണ്ട്. എന്നിട്ട് എസ്സേ ഡസ് നോട്ട് ഓഫർ ഈസി ആൻസേഴ്സ്, നോർ ഡസ് ഇറ്റ് അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് റെസൊല്യൂഷൻ ഓഫ് ക്ലോഷർ. ഇൻസ്റ്റെഡ് ബിയേർഡ് പോർട്രേസ് എ കോംപ്ലക്സ് ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ഓഫ് someone trying to make sense of an overwhelming series of events that seem beyond comprehension. Her writing is filled with a deep sense of questioning, of struggling to find meaning of the chaos. So she is trying to find out the chaos or the meaning of the chaos that has happened in her life. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ മീനിങ് കണ്ടുപിടിക്കാനാണ് ഈ എസ്സേയിലൂടെ ആര് ശ്രമിക്കുന്നത്, നമ്മളുടെ ബിയേർഡ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള നമ്മളെ പ്ലാസ്മയോട് സ്വന്തം ജീവിതത്തിലെ അല്ലെങ്കിൽ ലിവിങ് സിറ്റുവേഷനെ നമ്മളുടെ ബിയേർഡ് കമ്പയർ ചെയ്യുന്നത്. Despite the heavy themes of loss and grief, the essay also highlight the resilience of the human spirit. അല്ലെങ്കിൽ ഒരാളുടെ വേർപിടലിനെ കുറിച്ച് അല്ലെങ്കിൽ നഷ്ടത്തെക്കുറിച്ച് മാത്രമല്ല ഈ എസ്സേ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ച് കൂടിയാണ്, the resilience of the human spirit. അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ പിൻവാങ്ങലിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ എസ്സ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ത്രൂ ദ പവർഫുൾ മെറ്റമർ ഓഫ് പ്ലാസ്മ, Beard suggests that even in the most chaotic states of being, there is potential for transformation. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോൾ എന്ത് ചെയ്യാം, മാറിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ മാറാം, എപ്പോൾ വേണമെങ്കിൽ മാറാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈഫിനെ ഒരു പ്ലാസ്മയായിട്ട് നമ്മളുടെ റൈറ്റർ കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് പ്ലാസ്മ വിച്ച് ക്യാൻ ബി ബോത്ത് അൺസ്റ്റേബിൾ ആൻഡ് ഫുൾ പൊട്ടൻഷ്യൽ എനർജി, ദ നറേറ്റേഴ്സ് ലൈഫ് ഇസ് ഇൻ ഫ്ലക്സ് ബട്ട് ഓൾസോ ഹോൾഡ്സ് എ പോസിബിലിറ്റി ഓഫ് ഫോർ റിന്യൂവൽ ആൻഡ് ഗ്രോത്ത്. എൻ്റെ ലൈഫ് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഒരു പ്ലാസ്മയെ പോലെ എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് തന്നെ വരാം. എനിക്ക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്തിനുള്ള റിന്യൂവൽ എനർജി ഉണ്ട് അല്ലെങ്കിൽ റിന്യൂവൽ ഫോർ ഗ്രോത്ത് ഉണ്ട്. അതെപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്, പ്ലാസ്മയുടെ അവസ്ഥയിലാണ്. പക്ഷേ ഇന്ന് ഒരു കാലത്ത് എന്ത് ചെയ്യാം, എനിക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഒരു പ്ലാസ്മയോട് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ,
ഇപ്പോൾ വേണമെങ്കിൽ സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കാം, ചിലപ്പോൾ ഡാർക്ക് ആവാം, ചിലപ്പോൾ ഹാപ്പി ആവാം. ആ കൺസെപ്റ്റ്. The essay ends on a note of cautious optimism, with Beard suggesting that even in the face of overwhelming grief and emotional instability, there is room for healing and for the emergence of new forms of understanding. പറയുന്ന എന്തോ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എസ്സേ ബിയേർഡ് എൻഡ് ചെയ്യുന്നത്. എന്നും മിസറീസ്, എന്നും പെയിൻ, അല്ലെങ്കിൽ എന്നും സങ്കടങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരാൾക്ക് വരുന്ന കാലം എന്ത് ചെയ്യാം, ഒരു ഹീലിങ്ങിന് അല്ലെങ്കിൽ അതിനെ ഉണക്കാനായിട്ട് എന്ത് ചെയ്യാം, ഒരു കാലം ഇനിയും കടന്നു വരും. അതിന് ഇനിയും ചാൻസ് ഉണ്ട്. എന്നും ഗ്ലൂമി ആയിട്ട് അയാൾ നടക്കാൻ പോകുന്നില്ല. അയാൾക്ക് എന്ന് വേണമെങ്കിൽ അയാൾ തിരിച്ചു വരാം, തൻ്റെ സന്തോഷമായ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. ഒരു പ്ലാസ്മയെ പോലെ അയാളെ സിറ്റുവേഷൻ മാറിയിട്ട് വീണ്ടും പ്ലാസ്മയിലേക്ക് തന്നെ വരാം, ഒരു ഹാപ്പി സിറ്റുവേഷനിലേക്ക് അയാൾക്ക് വരാം. അതാണ് ലൈഫ്. സോ അത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എസ്സേ എൻഡ് ചെയ്യുന്നത്. Ultimately, the fourth state of matter is a meditation of the unpredictable nature of life, the inevitability of loss, and the ways in which we try to make sense of a world that seems beyond our control. നമ്മൾ ഈ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ എസ്സേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എസ്സേയാണ്. Through its intricate prose and deeply personal reflections, the essay offers a moving exploration of the human condition, reminding us of the fragility of life, necessity of embracing both its beauty and its sorrow. എന്ത് ചെയ്യാണ്, ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ദുഃഖങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഹ്യൂമൻസിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു എസ്സേയാണ് എന്ത്, നമ്മൾക്ക് ഇന്ന് പഠിച്ച ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന എസ്സേ. ബിയേർഡ്സ് writing is intimate and raw, allowing readers to experience alongside her the emotional turbulence that comes with facing both personal loss and collective tragedy. നമ്മൾ ബിയേർഡ് എഴുതിയിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് ഇറ്റ്സ് റോ ആൻഡ് ഇൻറ്റിമേറ്റ്, വളരെ പേഴ്സണലായിട്ട്, വളരെ റോ ആയിട്ട്, ഡയറക്റ്റ് ആയിട്ടാണ് നമ്മളുടെ റൈറ്റർ എഴുതിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്, താൻ എഴുതുന്ന പേര് വായിക്കുമ്പോൾ വായനക്കാർക്കും കൂടി ഫീൽ ചെയ്യണം തോന്നിയിട്ട്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും കൂടി ഫീൽ ചെയ്യണം തോന്നിയിട്ടാണ് ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും പേഴ്സണലായിട്ട്, അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ എസ്സേയിൽ ബിയേർഡ് എഴുതിയിട്ടുണ്ട്. The essay stands as a testament to the strength of the human spirit in the face of life inevitable challenges. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫേസ് ചെയ്യപ്പെടുന്ന ചാലഞ്ചസിനെ കുറിച്ചും ഈ എസ്സേ പറയുന്നുണ്ട്. A reminder that even in moments of great pain, there can be glimpses of understanding, connection and transformation. എന്നും ഒരാൾ സങ്കടപ്പെട്ടിരിക്കില്ല. അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തുണ്ട്, അയാൾക്ക് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീഫ്രഷ്മെൻറ്റിന് ഒരവസരം ഇനി വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം സങ്കടം അനുഭവിക്കുന്ന ആൾ എന്നും സങ്കടത്തിൽ തുടരില്ല, അയാൾക്ക് എന്തുണ്ട്, ഫ്യൂച്ചറിൽ സന്തോഷം ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എസ്സേ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.